Hi everyone, welcome to your health and wellness. It's me Shamiruddin, Al Zaytun Pharmacy, Kalba Fujairah. ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ ദഹിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് നാളായിട്ട് കെട്ടിക്കിടക്കുന്ന മലം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മസിൽസിന് നല്ല സ്ട്രെങ്തനിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, കാലിനുണ്ടാകുന്ന തരിപ്പ് വേദന എല്ലാം മാറാൻ വേണ്ടിയിട്ട്, എല്ലാറ്റിനും ഉത്തമമായ ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതേപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവല് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹെൽത്ത് റെസിപ്പി. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതാരെല്ലാം കഴിക്കാൻ പറ്റും, ഇത് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത്, ഇതാരെല്ലാം കഴിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങളെല്ലാം ഇതിൽ തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കാം, അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിൽ വേണമെങ്കിൽ കഴിക്കാം. ഏത് സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഹെൽത്തി ഫുഡ് എന്ന് തന്നെ പറയാം. അതിൽ ഓട്സിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിൽ നിറച്ച് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള മോഷൻ വേണ്ടിയിട്ടും, കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓട്സ്. അതേപോലെ നിങ്ങളുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത് വരുന്നതാണ് ബനാന. അതിൽ റിച്ച് ആയിട്ട് ഫൈബേഴ്സ് ഉണ്ട്. അതേപോലെ അതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹാർട്ടിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ B6 ഉണ്ട്, ഒരുപാട് ആന്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടും, ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, നിങ്ങൾക്ക് നല്ലൊരു എനർജി തരാൻ വേണ്ടിയിട്ടും, മസിൽസിന്റെ ഫംഗ്ഷൻ നന്നാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മൂഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബനാന. അതിൽ മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചിയ സീഡ്. ആൽഫ ലിനോയിക് ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ് അതിലുള്ളത്. അത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, കൊളസ്ട്രോൾ ലെവൽ നന്നാക്കാൻ വേണ്ടിയിട്ടും, ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലഡിൽ ഒരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചിയ സീഡിന് സാധിക്കും. അതേപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടും, അതായത് ജോയിന്റ്സ് പെയിന്, അതേപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനകളെ എല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചിയ സീഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് അതിൽ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ മുൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ കാൽഷ്യം, സൾഫർ, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, കോപ്പർ, മഗ്നീഷ്യം, ഫൈബർ, സിങ്ക്, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, ഒരുപാട് വിറ്റാമിൻസും ആൻഡ് മിനറൽസുകളും ഡേറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി തരാൻ വേണ്ടിയിട്ടും, ഒരു സ്ട്രോങ് ബോണിന് വേണ്ടിയിട്ടും, അനീമിയ പോലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ നെർവ്സിന് നല്ല ഒരു എനർജി നൽകാനും, നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അവസാനം ചേർക്കുന്ന പാലാണ്. പാല് പറയുകയാണെങ്കിൽ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും, അതേപോലെ കാൽഷ്യവും വിറ്റാമിൻ ഡിയും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. മലബാർ ഏരിയയിൽ ഒരുപാട് പേര് അവിൽ മിൽക്ക് കഴിക്കാറുണ്ട്. അവിൽ മിൽക്കിന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് ഇത് വരും. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സുകളും ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത്. ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഓട്സ് നമ്മൾ വേവിക്കാതെയാണ് ഈ ഓട്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓട്സ് തന്നെ തിരഞ്ഞെടുക്കുക. ഒരു ബൗളിലേക്ക് 4-5 ടീസ്പൂൺ ഓട്സ് ഇടുക. അതിലേക്ക് 2 ടീസ്പൂൺ ചിയ സീഡ് ഇടുക. കുറച്ച് പാലൊഴിക്കുക. ഒരു 5 ഡേറ്റ്സോളം അതിലേക്ക് കുരു കളഞ്ഞിട്ടിടുക. പിന്നെ കുറച്ച് പഴം കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളൊന്നിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാത്രിയിൽ ഈ മിക്സ് ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കുകയും ചെയ്യാം. ഈ ഒരു ഡിഷ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാടില്ല. മെയിനായിട്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ, അതായത് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരിക്കലും ഈ ഒരു റെസിപ്പി ഉപയോഗിക്കരുത്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതായത് അതിൽ ഉപയോഗിക്കുന്ന പാല്
ലാക്ടോസ് ഫ്രീ ആയിരിക്കണം. ഇതേപോലത്തെ ലാക്ടോസ് ഫ്രീ പാലുകൾ ഉപയോഗിക്കാം. അതേപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സുകൾ ഉപയോഗിക്കാം. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാം. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. ഇതിൽ അവർ ഉപയോഗിക്കുമ്പോൾ പാല് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള പാലായിട്ട് ഉപയോഗിക്കുക. ഇതേപോലത്തെ ലാക്ടോസ് ഫ്രീ പാൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിഷ് തയ്യാറാക്കും. ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു ഡൈജഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം. അതേപോലെ അവർക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് മലം പോവാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ബാത്റൂമിൽ ഇരുന്നിട്ട് നമ്മൾ നന്നായിട്ട് മുക്കുമ്പോൾ അതിന്റെ പ്രഷർ ഈ കാലുകളിലേക്ക് വരുമ്പോൾ ഞരമ്പുകൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാകും. അതുമൂലം തന്നെ അവർക്ക് നല്ല വേദനയും അതേപോലെ കടച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഡിഷാണ് ഈ പറഞ്ഞ ഒരു ഹെൽത്ത് റെസിപ്പി. അവരുടെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും മസിൽസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗറിന്റെയോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ പറ്റുക, സാധാരണപ്പെട്ട എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റുകൾ, കാരണം ഇതിലുള്ളത് ഫൈബേഴ്സ് ആണ്, പ്രോട്ടീൻസുകളുണ്ട്, അതേപോലെ നല്ല വിറ്റാമിൻസുകളുണ്ട്, ആന്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഗതികളാണ് എല്ലാം ഇതിലുള്ളത്. ദിവസം നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു മെമ്മറി പവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.